ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. ഇന്ന് നമുക്ക് ലെമൺ മൈനും കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാവേ. ലെമൺ മൈന് ഞങ്ങൾക്കൊരു 4 വർഷം മുന്നേ വരെ ലെമൺ മൈൻ എന്നാന്ന് അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പേർക്കൊക്കെ അറിയാൻ മേലാത്തത് കാണുവേ. പിന്നെ ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് ഒക്കെ ഗോവിന്ദ് വിനോദ് വ്ളോഗ്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കയറി കാണണേ, അവനെ സപ്പോർട്ടൊക്കെ ചെയ്യണേ. ഇത് ഒരു കൊലകൊലയായിട്ടേ ഉണ്ടാകുന്നത്. ഇതൊരു വള്ളിച്ചെടിയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ തണ്ടയിൽ മുള്ളൊക്കെയാണ്. അവൻ്റെ വീഡിയോയിൽ, ഗോവിന്ദിൻ്റെ വീഡിയോയിൽ ഇതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ജ്യൂസ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നേ ഉള്ളേ. ഇതിങ്ങനെ അതിൻ്റെ ആ പുറത്തെ ആ ഗ്രീൻ കളറ് കളഞ്ഞ് നല്ലപോലെ കഴുകിയൊക്കെ എടുത്തേച്ച് വെറുതെ ഞെക്കി പൊട്ടിച്ച് വെള്ളത്തിൽ കലക്കി പഞ്ചസാര ഇട്ട് കലക്കി ഈ ഫുള്ള് കഴിക്കാം കേട്ടോ. നമുക്കത് ആ ഫ്രൂട്ട് ഫുള്ള് നമുക്ക് കഴിക്കാവേ. പക്ഷേ ഞാൻ ഇന്നിപ്പം നമ്മൾ അരിച്ചൊക്കെ കേട്ടോ എടുക്കുന്നത്. ഇത് ഞാൻ മുറിച്ച് കാണിക്കാവേ. കണ്ടോ, ഇതിൻ്റെ അകത്ത് പാഷൻ ഫ്രൂട്ടിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റും പുളിയൊക്കെ തോന്നും. പക്ഷേ ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ പച്ചമുന്തിരി ജ്യൂസ് കഴിക്കുന്ന പോലെയാണ്. ഇത് ഫുള്ള് അതിൻ്റെ അകത്ത് നല്ല മാംസളമായിട്ടുള്ള ഭാഗമുണ്ട്. പിന്നെ കുറച്ച് ഒരു 8 സീഡ് വരെ ഞാൻ മുറിച്ച് അതിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ടേ. മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കത്തിയൊന്നും തൊടിക്കേണ്ട പോലും ഇല്ല. വെറുതെ ഞെക്കിപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുകയെ. പിന്നെ മിക്സിയിലിട്ട് അടിക്കാതിരിക്കുക കേട്ടോ നല്ല. കാരണം ഈ സീഡെല്ലാം കൂടെ പൊട്ടി വേറൊരു ടേസ്റ്റ് വരുന്നുണ്ട്. ഞാനത് പല രീതി ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ഞങ്ങൾ കുറേ അന്വേഷിച്ചിട്ട് കിട്ടിയത് 4 കൊല്ലമായുള്ളൂ നമ്മുടെ കൂടെ വന്നിട്ട്. പിന്നെ ഇതിൻ്റെ സീഡ് കണ്ടോ അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ എളുപ്പത്തിന് ചോപ്പറിലിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. എന്ന് പറഞ്ഞാൽ വെറുതെ 2-3 പ്രാവശ്യം ഒക്കെ ഒന്ന് കൃഷി ചെയ്തെടുക്കുന്നു എന്നുള്ളതേ ഉള്ളേ. പുളിയുള്ളതുകൊണ്ട് ചെറിയ നീറ്റലൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിലൊക്കെ, തൊലിയൊക്കെ പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ഇതൊന്ന് അരിച്ചാണ് എടുക്കുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഞാൻ അത്ര ആദ്യം കണ്ടത് നമ്മൾ ആ ചതച്ചെടുത്തതിൻ്റെ നീര് മാത്രമേ ഉള്ളേ. പിന്നെ അതിൻ്റെ അതൊന്ന് ഒരു ഗ്ലാസ് വെള്ളമോടെ ഒഴിച്ചൊന്ന് അരിച്ചെടുക്കുവേ. പിന്നെ നല്ലപോലെ മധുരമൊക്കെ ഇട്ട് കഴിച്ച് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ അകത്തോട്ട് 1 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിക്കുവേ. അല്ലാണ്ട് വെള്ളം ഇല്ലാണ്ട് നമ്മൾ ഇത് അരിച്ചെടുക്കുകയാണെങ്കിൽ ഭയങ്കര കൊഴുപ്പാണ്. ഭയങ്കര കൊഴുപ്പെന്ന് പറഞ്ഞാൽ പാഷൻ ഫ്രൂട്ടിൻ്റെ അകത്തെ ആ ഒരു കൊഴുപ്പില്ലേ, അത്രയും കൊഴുപ്പ് ഇതിനും ഉണ്ട്. ഒരു 3 സ്പൂൺ പഞ്ചസാരയൊക്കെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇപ്പോൾ ചേർക്കുന്നുണ്ട് കേട്ടോ. 1 ഗ്ലാസ് വെള്ളം കൂടെ. അപ്പോൾ മൊത്തം 2 ഗ്ലാസ് വെള്ളവും 3 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തേക്കുന്നത്. ഞാൻ ആ കാണിച്ചില്ലേ, ഒരു 8-10 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. അത്രയും എണ്ണം നമ്മൾ എടുത്തേക്കുന്നത്. എന്നിട്ട് അരിച്ച് നമ്മൾ ജ്യൂസായിട്ട് അങ്ങോട്ട് ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ദഹനത്തിനൊക്കെ നല്ലതാണ്. ആ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നന്ദൂരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എന്നാ പറയുക, അവൻ്റെ ആ പിശറുകളൊന്നും ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പാഷൻ ഫ്രൂട്ട് പോലെ തന്നെ അങ്ങോട്ട് കഴിക്കാവുന്നുള്ളേ. പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസിൻ്റെ അകത്ത് എല്ലാ സാധനവും ഉണ്ടല്ലോ, അതുപോലെ അങ്ങോട്ട് കഴിക്കാവുന്നുള്ളൂ. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നൊക്കെ വിചാരിക്കുന്നു. ഒരെണ്ണെങ്കിലും ഒരു പ്ലാന്റെങ്കിലും ഒരു വീട്ടിൽ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞങ്ങൾ കുറേ അന്വേഷിച്ചിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയതേ. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.